പെണ്ണിന് വിചിത്രമായ ഒരു പിന്ന് കിട്ടുന്നു. ഈ പിന്ന് അവൾ തൊട്ടാൽ വിചിത്രമായ മറ്റേതോ ഒരു ലോകത്തെത്തുന്നത് പോലെ അവൾക്ക് തോന്നും. ഇത് മനസ്സിലാക്കി അവൾ പേടിച്ച് അത് താഴെ ഇടുന്നു. അത് താഴെ ഇട്ടപ്പോൾ എല്ലാം നോർമലായി. അവൾ വീണ്ടും ആ പിന്നിൽ മുറുക്കി ഒരു പിടുത്തം പിടിച്ചപ്പോൾ അവൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ദൂരെയായി ഒരു പടുകൂറ്റൻ സിറ്റി അവൾ കാണുന്നു. അത് എന്താണെന്ന് നോക്കാൻ അവൾ മുന്നോട്ട് നടക്കുന്നു. പെട്ടെന്ന് അവൾ അവളുടെ വീട്ടിനുള്ളിലെ ഭിത്തിയിൽ ചെന്നിടിക്കുന്നു. അവളുടെ കയ്യിൽ നിന്നും പിന്ന് താഴെ വീണപ്പോൾ അവൾ വീണ്ടും പഴയ സ്ഥിതിയിൽ തന്നെയായി. ആക്ച്വലി ഈ പിന്ന് കയ്യിൽ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മാത്രമല്ല ഈ പിന്ന് ഇവളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവൾ അവളുടെ അച്ഛനോട് ഈ പിന്ന് തൊടാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ആ പിന്ന് തൊട്ടു. പക്ഷേ അയാൾക്കൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം അവൾ വലിയൊരു ഗ്രൗണ്ടിൽ പോയി നിന്ന് ആ പിന്ന് തൊട്ടു. വീണ്ടും അവൾ പുതിയൊരു ലോകത്തെത്തി. അത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ലോകമായിരുന്നു. അതിനിടയിൽ ആ പിന്നിൽ സമയം തീരാറായതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് അവൾക്ക് വെള്ളത്തിലൂടെ നടക്കുന്നത് പോലെ തോന്നി. ടൈമർ കഴിയുമ്പോഴേക്കും അവൾ വീണ്ടും തുറസായ ആ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഒരു കൊച്ചു പെൺകുട്ടി ഇവളുടെ ഹെൽമെറ്റിലുള്ള ഒരു മുടിയെടുത്ത് സ്കാൻ ചെയ്ത് പിന്നുമായി മാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ ഈ പിന്ന് തൊടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.